വെള്ളാപ്പള്ളിക്കും സജി ചെറിയാനും മറുപടിയുമായി അഡ്വക്കേറ്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ. മലപ്പുറം ജില്ലയെക്കുറിച്ച് പഠിച്ചു വേണം ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കേണ്ടതെന്നും ഏറ്റവും കൂടുതൽ തീവ്രവാദം കാണപ്പെടുന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ ന്യൂസ് 99നോട് പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളുടെ പേര് നോക്കിയാൽ എന്തോ മനസ്സിലാവുന്ന പറഞ്ഞത്. വളരെ വലിയൊരു വർഗീയ പ്രസ്താവനയാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാസർഗോഡിനെ കുറിച്ച് ഒന്നും മന്ത്രി യാതൊരു പഠനവും നടത്തിയിട്ടില്ല. മലപ്പുറത്ത് എങ്ങനെയാണ് മെമ്പർമാരുള്ളത്, അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അങ്ങിപ്പോൾ മുസ്ലിം ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മുസ്ലിം ലീഗ് അംഗമാണ്, പേര് സ്മിജി എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് മലപ്പുറം ജില്ലയ്ക്കകത്തുള്ളത്. പക്ഷെ ഇതൊന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നമ്മുടെ ഈ മലപ്പുറം ജില്ലയെ ഒരു വർഗീയ തീവ്രവാദ സംഘടന പോലെയാണ് മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് കാണുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനിൽ തുടങ്ങി ഇപ്പം സജി ചെറിയാനിൽ വന്ന് നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെന്ന് പറയുമ്പോൾ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 33 മെമ്പേഴ്സും UDFൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധികളായി വന്നിട്ടുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം. ജനറൽ സീറ്റിൽ വനിതയിൽ വരുന്നതിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ എന്നൊരു സ്ഥാനത്താണ് അഡ്വക്കേറ്റ് സ്മിജി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വഴിക്കടവിൽ നിന്ന് മത്സരിച്ചെത്തിയ ജോഷ്മി തോമസ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അതുപോലെ ഷെജിനി ഉണ്ണി തുടങ്ങി ഷാജി പച്ചേരി തുടങ്ങി ഒരുപാട് പേര് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒന്ന് പഠിക്കുക പോലും ചെയ്യാതെയാണ് ഇവർ ഇത്രയും പ്രസ്താവനകൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശമായ തിരുനാവായിൽ കുംഭമേള നടക്കുകയാണ്. അതൊരു മലപ്പുറം ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂന്നിയൂർ കളിയാട്ടം എടുത്ത് നോക്കുകയാണെങ്കിലും മമ്പുറം പള്ളിയിൽ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് അവർ ആരംഭിക്കുന്നത് തന്നെ പരിപാടികളെല്ലാം. അപ്പോൾ തുടക്കം മുതലേ ഒരു അവഗണന, മുസ്ലിം എന്നൊരു നാമധരണം ഉള്ളത് കൊണ്ടാണോ മലപ്പുറം ജില്ലയിൽ മറ്റുള്ളവർ ജീവിക്കാൻ പാടില്ല എന്ന് പുറമേ നിന്നുള്ളവരാണ് പറയുന്നത്. നമ്മൾ അകത്തുള്ളവർക്ക് ഇതൊരു പ്രശ്നമില്ല. സഹോദരന്മാരെ പോലെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് സാഹോദര്യം പുലർത്തി വരുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു തീവ്രവാദത്വം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തുടർന്നുള്ളവർ, ഇനി വരുന്ന തലമുറയിലുള്ളവർ നല്ല രീതിയിൽ പഠിച്ച് വേണം ഓരോ കാര്യങ്ങളും പറയണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ മന്ത്രി ചെറിയാനോട് അഭ്യർത്ഥിക്കുകയാണ്. ഹിന്ദുത്വവാദികളല്ല ഇത്തരം ഒരു സംഗതി ഉന്നയിച്ചിട്ടുള്ളത്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അപ്പോൾ ഇത്തരം ചിന്തകൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുള്ളിലും കടന്നുകൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ഹിന്ദുത്വവാദിയാണ് ഇത് പറഞ്ഞത് എങ്കിൽ നമുക്ക് അവർ മനസ്സിലാക്കരുത്, അവരുടെ ആശയം അതാണ്. പക്ഷേ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വർഗീയ പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളിൽ ഇത്തരം വർഗീയ ചിന്താഗതി കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവരെയും തോളിൽ തോളോട് ചേർന്ന് മുന്നോട്ട് പോകണമെന്നാണ് പറയുക. ഇവിടെ തോളിൽ തോള് ചേരാണ്ട് എവിടെയാണോ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു തീവ്രവാദം പോലെ, അല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടന, മുസ്ലിം സംഘടന, ക്രിസ്ത്യൻ സംഘടന പോലെ വിഭാഗീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ അടിത്തട്ടിൽ നിന്നും എങ്ങനെയെല്ലാം ഒരു സമൂഹത്തെ മാറ്റി നിർത്താൻ പറ്റും, ആ നൃത്തത്തിലാണ് മലപ്പുറം ജില്ല പ്രത്യേകിച്ച്, അല്ലേ? ശ്രീ VS അച്യുതാനന്ദൻ പോലും പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായിട്ടുണ്ട്. ഇറ്റ്സ് എ മിനി പാകിസ്ഥാൻ എന്നാ പറയാം. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. എല്ലാവർക്കുമുള്ളൊരു മറുപടി കൂടിയാണ് ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. അവരുടെ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദം അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദം ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.